സസ്പെൻഷൻ നടപടി അംഗീകരിക്കുന്നുണ്ടോ? ഒന്നാമത് സോറി ഫോർ കീപ്പിംഗ് യു വെയിറ്റിംഗ്. ഞാൻ മനഃപൂർവ്വം വെയിറ്റ് ചെയ്യിപ്പിച്ചല്ല. ഞാൻ ഓഫീസിലോട്ടൊന്ന് പോയിട്ടെ ഈ സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റട്ടെ. ഞാൻ ഇതിങ്ങനെ എന്താ പറയുക, ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു സസ്പെൻഷനാണ്. നമ്മൾ കുറേ കാലം സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ട് 5 കൊല്ലം ഗവൺമെൻറ് ലോ കോളേജിലൊക്കെ പഠിച്ചത്. പക്ഷേ അവിടെ നിന്ന് എനിക്കൊരു സസ്പെൻഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് പോയി കൈപ്പറ്റട്ടെ, എന്നിട്ട് എന്താണെന്ന് നോക്കട്ടെ. അറിയില്ലപ്പ, ഞാൻ ഇതൊന്ന് നോക്കട്ടെ, എന്താ സാധനം എന്ന് കണ്ടാലല്ലേ എനിക്കറിയുള്ളൂ. താങ്കളുടെ വിശദീകരണം ചോദിക്കുകയാണ്. താങ്കൾക്ക് സസ്പെൻഷൻ നൽകിയ എന്നുള്ളൊരു പരാതിയുണ്ട്. പരാതിയൊന്നുമല്ല, ഞാൻ ഇത് ഡോക്യുമെൻ്റ് ആദ്യം കൈപ്പറ്റട്ടെ. പിന്നീട് നമുക്ക് അത് നോക്കിയതിന് ശേഷം പ്രതികരിക്കണം നോക്കിയിട്ട് ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ മെറിറ്റ് അതിൻ്റെ എന്താണ്, കാരണം എനിക്ക് കേട്ടുകേൾവിയുള്ളൂ, എനിക്ക് ഡോക്യുമെൻ്റ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പം നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ന്യായമായിട്ടുള്ളത് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്ന എപ്പോഴും ഭരണഘടനയുടെ ഒരു സുപ്രീമസിയിലാണ്. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ചും അതും ഇതൊക്കെ ഞാൻ അടിസ്ഥാനപരം ആസ് എ ലോയർ, ആസ് എ ലോ സ്റ്റുഡൻറ്റ് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ശരിയും തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ബോധപൂർവ്വം ഇതുവരെ ഒരു ചട്ടവും ലംഘിച്ചായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കാണാതെ ഒരു ഡോക്യുമെൻ്റ് കാണാതെ ചുമ്മാ പറയുന്നത് ശരിയല്ലല്ലോ. ലെറ്റ് മീ സീ ദാറ്റ്. ഇതൊക്കെ ഡോക്യുമെന്റ് നോക്കിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തം ഞാൻ സംസാരിക്കാമല്ലോ, ഞാൻ പറയാമല്ലോ. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല എന്നാണ് ഇന്നലെ ടി.കെ. നായർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അത് പരിമിതികളുണ്ട്. ആ പരിമിതികൾ താങ്കൾ ലംഘിച്ചു. മാത്രമല്ല, വ്യക്തിപരമായി പരിഹസിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തി. അദ്ദേഹത്തിന് വട്ടാണെന്ന രീതിയിലുള്ള ഒരു പറയാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. പറയാത്ത കാര്യങ്ങൾ മാടൻപള്ളിയിലെ മനോരോഗി എന്നൊക്കെ താങ്കൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറഞ്ഞിട്ട് റെനൻ മാർട്ടിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അത് ഇംഗ്ലീഷിലുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. അതുപോലെ മലയാളത്തിൽ ഒത്തിരി ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ട്, പ്രയോഗങ്ങളുണ്ട്. അത് ഭാഷാപരമായിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുക ആളല്ല, പക്ഷേ ഭാഷയല്ലേ അതിനകത്ത് ഒരു 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 ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റൈറ്റ് ടു എക്സ്പ്രസ് ആണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ഈസ് ഓൾസോ റൈറ്റ് ടു ഒഫൻഡ്. അല്ലാതെ എല്ലാവരും സുഖിപ്പിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കോണ്ടക്ട് റൂൾസാണ്. കോണ്ടക്ട് റൂൾസിനകത്ത് സർക്കാരും സർക്കാർ നയങ്ങളും വിമർശിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ ഓർഡർ കണ്ടില്ലല്ലോ, ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അപ്പോഴേ എനിക്ക് അറിയില്ല. അപ്പോഴും ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ വിമർശിക്കുന്നത് ഇൻസബോർഡിനേഷൻ്റെ ഇഷ്യൂ വരുന്നില്ല അതിൽ. അതാ ഞാൻ പറഞ്ഞു, എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് കാണണമല്ലോ, എനിക്ക് അറിയില്ല. സോ ലെറ്റ് മീ ജസ്റ്റ് ഗോ. ഞാൻ നോക്കി ചിത്തരോഗി എന്ന് പറയുന്ന വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അതിന് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അങ്ങനെ ഒരു പരാമർശം ഇപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ ഡോക്യുമെൻ്റ് കാണട്ടെ എന്ന് 1-2 തവണ പറഞ്ഞു. പക്ഷേ വളരെ ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി അറിവുള്ളവർ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കറിയില്ല. സോ ഞാൻ പറഞ്ഞല്ലോ, ലെറ്റ് മീ സീ ദ ഡോക്യുമെന്റ്. അത് അത്രയല്ലോ ഒരു കാര്യം പറയാം. കൈപ്പറ്റിയെന്നുള്ള അഡീഷണൽ സെക്രട്ടറിയുടെ രേഖയടക്കം ഇപ്പോൾ പുറത്തു വരികയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ സസ്പെൻഷൻ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ആ ഡോക്യുമെന്റ് കാണാതെ എനിക്കൊന്നും പറയാൻ അറിയില്ല. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അതായത് ഉദ്യോഗസ്ഥ സിവിൽ സർവീസിൽ താങ്കൾ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ആ ഓർഡർ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഓർഡറുകളൊക്കെ നമുക്കാണ് കൺവേ ചെയ്ത് വരിക. ഇതിപ്പം നിങ്ങൾക്കൊക്കെയാണ് കിട്ടിയെന്ന് പറയുന്നത്, എനിക്കറിയില്ല. എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്നെ ഒന്ന് പറയാൻ വിടും. ഞാൻ ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് അത് നോക്കിയിട്ട് പറയാമല്ലോ. ഞാൻ ഇവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സത്യം ഉറക്കെ പറയുക, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിസമോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ അങ്ങനെയൊക്കെ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു പ്രത്യേക ഒക്കേഷനൊന്നും വേണ്ട. സത്യം പറയാൻ പ്രത്യേക സാഹചര്യവും ഒക്കെ വേണം. ഇന്നത്തെ ദിവസം ഇന്ന ഒരു അജണ്ട വെച്ചിട്ട് ഇതിനൊക്കെ ഓവർ ഹൈപ്പ് ചെയ്യരുത്. ഒന്നാമത് കേരളത്തിലെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പറ്റിയാണെന്ന്? അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യമായിട്ട് പറ. ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യം പറയാനോ ഒരു സത്യമായിട്ടൊരു കാര്യം സംസാരിക്കാനോ ഇവിടെ എനിക്ക് ഭരണഘടന തരുന്ന അവകാശം ഉണ്ടെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതിനിങ്ങനെ കോർണർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് അയാളിങ്ങനെ പറഞ്ഞു, മറ്റേ ആളിങ്ങനെ പറഞ്ഞു, മറിച്ചാണ് അവരുടെയൊക്കെ അഭിപ്രായം അവർ പറയുന്നു. ഞാനൊരു നിയമം പഠിച്ച വ്യക്തിയാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സുപ്രീം കോടതി വിധികളൊക്കെ ഈ വിഷയത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് താനും. വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ തപ്പിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഫാക്ട്സ് ആർ ഫാക്ട്സ്. ഫാക്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് പരിശോധിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഇപ്പം ഒരു മാധ്യമ സ്ഥാപനം വ്യാജ വാർത്ത ചമയ്ക്കുമ്പോൾ അതിൻ്റെ ഫാക്ട്സ് പുറത്ത് വരുമ്പോൾ മറ്റുള്ളവർക്ക് ശരിക്കും അത് ബ്രേക്ക് ചെയ്യാവുന്നതാണ് അല്ലേ? ഇത് കള്ളമാണ്, പേരെടുത്ത് പറയാം, ഇന്ന സ്ഥാപനം എങ്ങനെയാണ് അവർ വ്യാജമായിട്ടൊരു വാർത്ത ചെയ്യുന്നത്, ഇതൊക്കെ പുറത്ത് വരാമല്ലോ. അത് എൻ്റെ പണിയല്ല അത് ഫീഡ് ചെയ്യേണ്ടത്. സോ എനിവേ അത് പോട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഞാൻ ഒന്ന് പോയിട്ട് വാറോല കൈപ്പറ്റട്ടെ. ഏതാണ് വ്യാജ വാർത്ത എന്ന് താങ്കൾ പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകട്ടെ. പ്രശ്നം ഒരു കാര്യം കൂടി, അതാണ് സത്യം പറയാൻ അവകാശമുണ്ട്, അതിന് തന്നെ ആരും കോർണർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഓർഡർ കൈപ്പറ്റിയ ശേഷം എന്ന് പറയുമ്പോഴും നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് എൻ പ്രശാന്ത് രംഗത്ത് വരുന്നത്. പോയി വാറോല കൈപ്പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും ഇപ്പോൾ മാറിയിരിക്കുന്നത്. KG കമലേഷ് ഉണ്ട്. കമലേഷ്, ഈ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ പോലും നിലപാട് വ്യക്തമാണ് എൻ പ്രശാന്തിന്റെ. എന്താണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? എന്ത് തുടർ നടപടിയിലേക്ക്, തുടർ നീക്കത്തിലേക്ക് അദ്ദേഹം നീങ്ങുമെന്നാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്? ശീതൽ, എന്തായാലും കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിന് ഇന്നലത്തെ സർക്കാരിന്റെ സസ്പെൻഷനിൽ കടുത്ത അതൃപ്തി തന്നെയാണുള്ളത്. അതാണ് അദ്ദേഹം ഇപ്പോൾ ആ രീതിയിൽ പറഞ്ഞത്. അതായത് എന്തിനാണ് സസ്പെൻഷൻ, എന്താണെന്ന് അറിയുന്നില്ല എന്നൊക്കെയാണ്. ഇന്നലെ തന്നെ ചീഫ് സെക്രട്ടറിയുടെ ഒരു ഓർഡർ പുറത്തിറങ്ങിയിട്ടുണ്ട്, സസ്പെൻഷൻ ഉത്തരവ്. അതിൽ പ്രശാന്തിനെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായ കുറ്റം തന്നെ പറയുന്നുണ്ട്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട കോഡ് ഓഫ് കോണ്ടാക്റ്റിന്റെ ലംഘനം എങ്ങനെയാണ് ഉണ്ടായത്, മേലുദ്യോഗസ്ഥനെ പരസ്യമായി അധിക്ഷേപിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ആ സസ്പെൻഷൻ. പക്ഷേ ഇപ്പോഴും ആ ഉത്തരവിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടട്ടെ എന്ന് പറയുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴും വിസിൽ ബ്ലോവർ എന്നുള്ള ഒരു പരിവേഷം സ്വയം അദ്ദേഹം വീണ്ടും തുടർന്ന് ചാർത്തുകയാണ് തനിക്ക് തന്നെ. അതോടൊപ്പം തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഭരണഘടന നൽകുന്ന മൗലികാവകാശം, അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ട്, അതാണ് നിർവഹിച്ചതെന്നുള്ള ആ നിലപാടിൽ പ്രശാന്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മൗലികാവകാശത്തിനൊപ്പം തന്നെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളുമുണ്ട്. രണ്ടും കൂടി സമതുലനം പാലിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ്. അവിടെ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് എന്നുള്ള പേരിൽ ആരെയും പരസ്യമായി വിമർശിക്കാമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉന്നയിക്കപ്പെടുന്നത്. ചീഫ് സെക്രട്ടറി പറഞ്ഞത് അതുതന്നെയായിരുന്നു. പ്രശാന്തിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പരാതി തന്റെ ഭാഗം കേട്ടില്ല, വിശദീകരണം കേൾക്കാതെ നടപടി എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കൊടുത്ത റിപ്പോർട്ട് പ്രശാന്തിന്റെ കേസിൽ ഒരു വിശദീകരണം പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരായുള്ള അധിക്ഷേപം ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് പരസ്യമായ ഒരു അധിക്ഷേപമാണ്. അതിലിനി നടപടി നേരിട്ടെടുക്കാൻ മതി എന്നുള്ള ശുപാർശയായിരുന്നു. അതുകൂടി അംഗീകരിച്ചാണ് സർക്കാരിന്റെ നടപടി. എന്തായാലും പ്രശാന്ത് ട്രിബ്യൂണലിൽ അപ്പീൽ പോകാനുള്ള സാധ്യത അടക്കം ഒരുപാടുണ്ട്. ശീത, അതാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. പ്രശാന്തിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം എന്തായിരിക്കും? എന്തായാലും ഉത്തരവ് കൈപ്പറ്റിയിട്ടില്ല, അതിനുശേഷം കൂടുതൽ പ്രതികരണം എന്നാണ് എൻ പ്രശാന്ത് IAS വ്യക്തമാക്കുന്നത്. KG കമലേഷ് വിവരങ്ങൾ നൽകിയത്.